ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും പരിപാലകനുമായ യഹോവയുടെ അത്യുന്നതമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ റൂമിന്റെ ഉദ്ദേശം ഒരുപക്ഷെ നിങ്ങൾക്ക് ക്യാപ്ഷൻ കൊണ്ട് തന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാഷ്ടാഗ് കൊണ്ട് കാര്യമില്ല, യഹോവയുടെ ദൃഷ്ടി ഇസ്രായേലിന്റെ മേൽ ഉണ്ട്. ഈ ഇരവാദക്കരച്ചിൽ നടത്തുന്നതിൽ ഡബിൾ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവരാണ് ജിഹാദി സപ്പോർട്ടേഴ്സ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഈ ജിഹാദി സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾ മാത്രമല്ല കേട്ടാ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ജിഹാദികൾ എന്തൊക്കെ കാണിച്ചാലും അതൊന്നും കണ്ടഭാവം നടിക്കാതിരിക്കുകയും ജിഹാദികളുടെ ആക്രമണത്തിനെ ആരെങ്കിലും പ്രതിരോധിക്കുമ്പോൾ ആ പ്രതിരോധത്തിൽ ഏതെങ്കിലും ജിഹാദിക്ക് വല്ലതും പറ്റിയാൽ, വല്ല പരുക്കെങ്ങാനും പറ്റിയാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ വോട്ട് ബാങ്ക് നോക്കിയും മുസ്ലിങ്ങളുടെ ഗുഡ് ബുക്കിൽ കയറി പറ്റാൻ വേണ്ടിയും പിന്നെ മതേതരത്വത്തിന് കോട്ടം തട്ടരുതെന്നും പറഞ്ഞ് ജിഹാദികൾക്ക് വേണ്ടി കൂട്ടക്കരച്ചിൽ നടത്തുന്ന എല്ലാ മനുഷ്യരെയും, മുസ്ലിങ്ങളുമായിട്ടുള്ള എല്ലാവരെയുമാണ് ജിഹാദി സപ്പോർട്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ടീമുകളെല്ലാം ഇപ്പോ ഈ പലസ്തീൻ ജിഹാദികൾക്ക് വേണ്ടി ഹാഷ്ടാഗ് ജിഹാദ് നടത്തുകയാണ്. ഓൾ ഐസ് ഓൺ റാഫ എന്നും പറഞ്ഞുകൊണ്ട് ഹാഷ്ടാഗ് ജിഹാദ്. നമ്മുടെ കേരളത്തിൽ നമ്മളത് ധാരാളമായിട്ട് കാണുന്നുമുണ്ട്. സിനിമാ നടന്മാരടക്കം ദുൽഖർ സൽമാനും പിന്നെ ഷൈനികം ഒക്കെ ആണെങ്കിൽ എന്താണ് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, സുഡാപ്പിയാണെന്ന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടൊക്കെ തന്നെയാണ് ഹാഷ്ടാഗ് ജിഹാദ് നടത്തുന്നത്. പിന്നെ അതിന്റെ പുറകെ വേറെ കുറെ എണ്ണം എല്ലാവരും ഉണ്ട്. ഈ ഹാഷ്ടാഗ് ജിഹാദ് മാത്രമല്ല, കനിക്കുസൃതിയൊക്കെ കാണിച്ചത് നമ്മൾ കണ്ടു, ഈ തണ്ണിമത്തൻ ബാഗൊക്കെ പിടിച്ചുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരുടെയൊക്കെ ഈ ഹാഷ്ടാഗ് ജിഹാദ് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഗതി, ഒരു റൂം ഇടണം എന്ന് വിചാരിച്ചത്. ഓൾ ഐസ് ഓൺ റാഫ എന്നവർ പറയുമ്പോൾ അതിൽ കാര്യമില്ലാതില്ല. എല്ലാ കണ്ണുകളും റാഫയിൽ തന്നെയാണ്. ഇസ്രായേൽ സൈന്യം എങ്ങനെയാണ് ഹമാസിനെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുന്നതെന്ന് കാണാൻ വേണ്ടി സകല ആൾക്കാരുടെയും കണ്ണുകൾ അങ്ങോട്ട് തന്നെയാണ്. നമ്മളെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്, അവരെന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത്. മാളത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന തുരപ്പലിനികളെ പുകച്ച് പുറത്തു ചാടിക്കുന്നത് പോലെയാണ് ഇസ്രായേൽ സൈന്യം തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിയൻസിനെ പുറത്തു കൊണ്ടുവരുന്നത്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അത്തരം വീഡിയോകൾ കാണാൻ സാധ്യത കുറവാണ്. നിങ്ങൾ ട്വിറ്ററിൽ, പഴയ ട്വിറ്റർ, ഇപ്പൊ എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോകണം. അവിടെ പിന്നെ ഇങ്ങനെയുള്ളതെല്ലാം എടുത്തിടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ടെലഗ്രാം ചാനലുകളിൽ ഒക്കെ കാണുന്നുണ്ട്. അവിടേക്കേ ഉള്ളൂ. അപ്പൊ ഈ സംഗതികൾ ഇസ്രായേല് ഹമാസിയൻസിനെ ആക്രമിക്കുമ്പോൾ, അവരുടെ പ്രതിരോധ നിരകളെയൊക്കെ തകർത്ത് കളയുമ്പോൾ അവർക്ക് വേണ്ടി കരയുന്ന ആളുകൾ അയ്യോ എന്തോന്നും പറഞ്ഞ് കൂട്ടക്കരച്ചിലാണ് നടത്തുന്നതെന്ന് അറിയാമോ? ആ കരയുന്ന ടീമുകള് അവരെല്ലാം 2023 ഒക്ടോബർ 7 മറന്നുപോയിരിക്കുന്നു. 2023 ഒക്ടോബർ 7 ജിഹാദികള് അവിടെ കാട്ടിക്കൂട്ടിയ ഇസ്രായേലിനകത്തേക്ക്, ഒരു പരമാധികാര രാഷ്ട്രമായിരിക്കുന്ന ഇസ്രായേലിനകത്തേക്ക് കടന്നു ചെന്ന് അവിടെ കാട്ടിക്കൂട്ടിയ ക്രൂരതകളെല്ലാം അവർ മറന്നുപോയിരിക്കുന്നു. ജിഹാദി സപ്പോർട്ടേഴ്സ് അത് മറന്നുപോയെന്ന് വെച്ച് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അത് മറന്നിട്ടില്ല. അന്ന് കണ്ടിട്ടുള്ള വീഡിയോകളും കേട്ടിട്ടുള്ള വാർത്തകളും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഞങ്ങളുടെ മാത്രമല്ല, മനസാക്ഷിയുള്ള ഒരു മനുഷ്യന്റെയും മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോവുകയില്ല. ഇസ്രായേലിന്റെ അതിർത്തി കടന്ന പലസ്തീൻ ജിഹാദികൾ യഹൂദന്മാരുടെ വീടുകളിലേക്ക് കടന്നു കയറി വീട്ടിലുള്ളവരെ കൂട്ടക്കശാപ്പ് നടത്തിയത് ജിഹാദി സപ്പോർട്ടേഴ്സ് അറിഞ്ഞിട്ടേയില്ല. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അവർ അറിഞ്ഞിട്ടില്ല. കാരണം ഇവരുടെയൊക്കെ പ്രൊഫൈലുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒക്ടോബർ 7 8 9 ഒന്നും ഈ പലസ്തീനികൾ കാട്ടിക്കൂട്ടിയ ക്രൂരതകളെ കുറിച്ചൊന്നും ഒരക്ഷരം, അതിനെ അപലപിച്ചുകൊണ്ടുള്ള ഒറ്റ പോസ്റ്റ് അവര് ഷെയർ ചെയ്തത് പോലും ഇല്ല. അങ്ങനെയുള്ള ഒന്നും നമ്മൾ കാണുന്നില്ല. പിന്നെ എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ പലസ്തീനികൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടുള്ള ഇവരുടെയൊക്കെ പോസ്റ്റുകൾ നമുക്ക് കാണുന്നുണ്ട്. ഒരു 13 മുതലൊക്കെ, ഒക്ടോബർ 13 മുതലൊക്കെ വരുമ്പോഴേക്കും നമ്മളതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം അന്ന് എത്ര ഭയാനകമായ വാർത്തകളും ചിത്രങ്ങളുമാണ് ഈ ജിഹാദികൾ തന്നെ ആ സമയത്ത് പുറത്തു വിട്ടത്. ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ദേഹത്ത് പോക്കറ്റിലൊക്കെ ക്യാമറയൊക്കെ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. പോക്കറ്റ് ക്യാമറയൊക്കെ ആയിട്ട് നെഞ്ചത്ത് ക്യാമറയൊക്കെ കുത്തി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്, ആക്രമിക്കുന്നതിന്റെ ദൃശ്യമൊക്കെ കിട്ടാൻ വേണ്ടി. അങ്ങനെയൊക്കെയുള്ള എത്രയോ ദൃശ്യങ്ങളാണ് ജിഹാദികൾ തന്നെ വെളിയിൽ വിട്ടതെന്നറിയാമോ? ഞങ്ങൾ യഹൂദന്മാരെ കൊന്നു കളഞ്ഞിരിക്കുന്നു, അവരെ ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഈ ഒരു ജിഹാദി അവന്റെ വീട്ടിലേക്ക് ഉപ്പയ്ക്ക് ഫോൺ വിളിച്ച് പറയുന്ന, ആഹ്ലാദത്തോടെ പറയുന്നത് കേട്ടിരുന്നു.
ഞാൻ ഇത്ര യഹൂദന്മാരെയാണ് എന്റെ കൈ കൊണ്ട് സ്വന്തം കൈ കൊണ്ട് ഞാൻ കൊന്നുകളഞ്ഞത് ഉപ്പാ എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു സംഭവം. ഒരു വീട്ടിലേക്ക് കയറി ചെന്ന ജിഹാദികള് ഒരു രാവിലെ സമയമുള്ള ആക്രമണം. അപ്പൊ ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് ഇതുണ്ടാക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. എന്നിട്ട് വീട്ടിലുള്ളവരെയൊക്കെ തോക്കിൻ മുനയിൽ നിർത്തിയിട്ട് പിതാവിന്റെയും മാതാവിന്റെയും കൈകളും കാലുകളും കൂട്ടിക്കെട്ടുന്നു. 7 വയസ്സുള്ള ഒരു ആൺകുട്ടി, 4 വയസ്സുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നു. പിന്നെ 8 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞും. അപ്പൊ ഈ കൈക്കുഞ്ഞിനെ ഇവരെടുത്തു കഴിഞ്ഞിട്ട് മൈക്രോവേവ് ഓവനിൽ വെച്ച് ഓൺ ചെയ്യാണ്. ജീവനോടെ ആ കുഞ്ഞിനെ അതിനുള്ളിട്ട് പുഴുങ്ങിയെടുത്തു. പിതാവിന്റെ കണ്ണുകൾ അവർ കത്തി കൊണ്ട് കുത്തി അങ്ങനെ എടുക്കുകയാണ്, ചൂഴ്ന്നെടുക്കുന്നത്. ഈ മാതാവിനെ കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആ സ്ത്രീയുടെ ഒരു മാറിടം കത്തി കൊണ്ട് മുറിച്ചെടുക്കുന്നു. ആൺകുട്ടിയെ പിടിച്ച് ആ ഭക്ഷണം കഴിക്കാനുള്ള ടേബിളിൽ അവിടെ കൊണ്ടിരുത്തിയിട്ട് അവന്റെ ഒരു കാല് മുറിച്ചു മാറ്റുകയാണ്. ആ കൊച്ചിന്റെ 7 വയസ്സുള്ള ആൺകുട്ടിയുടെ ഒരു കാല് മുറിച്ചു മാറ്റുന്നു. 4 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ വിരലുകൾ ഓരോന്നോരോന്നായിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ആ കുഞ്ഞു കൈപ്പത്തി മേശപ്പുറത്ത് വെച്ചിട്ട് ഓരോരോ വിരലുകളായിട്ടാണ് അവർ മുറിച്ചെടുത്തത്. ചോര വാർന്നൊലിച്ച് വേദനയോടെ കരയുന്ന ആ 4 മനുഷ്യരുടെ മുമ്പിൽ ഇരുന്നിട്ട് ഈ ജിഹാദികൾ എന്താ ചെയ്തതെന്നറിയാം? ആ അപ്പനും അമ്മയും ആ കുഞ്ഞുങ്ങൾക്കും അവർക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഇരുന്ന് കഴിച്ചു. ഇവര് ഈ ചോര വാർന്നൊഴുകിക്കൊണ്ട് ഒരു കുഞ്ഞിന്റെ കാല് മുറിച്ചു കളഞ്ഞിരിക്കുന്നു. മറ്റേ കുഞ്ഞിന്റെ വിരലുകളെല്ലാം മുറിച്ചു കളഞ്ഞിരിക്കുന്നു. അമ്മേനെ ബലാത്സംഗം ചെയ്തിട്ട് ഒരു മാറിടം മുറിച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പന്റെ 2 കണ്ണുകളും കുത്തി പൊട്ടിച്ചിട്ടിരിക്കുന്നു. എന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഇവന്മാര് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇവറ്റങ്ങളെല്ലാവരെയും കൊന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. 4 പേരെയും വെടിവെച്ച് കൊന്നിട്ട് ഇറങ്ങിപ്പോയി. ഇത് സംഗതിയോ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ കത്തിക്കുകയായിരുന്നു, ജീവനോടെ തന്നെ കത്തിക്കുകയായിരുന്നു, യഹൂദന്മാരായിപ്പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. അപ്പൊ ഹമാസ് എന്ന ഇസ്ലാമിക് സംഘടനയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ ഇസ്രായേലിലെ ഓരോരോ കുടുംബങ്ങളോടും ചെയ്ത കഥകളാണ്. കഥയല്ല, അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞ സംഭവങ്ങളാണ്. അതെല്ലാം മനസ്സിനെ മരവിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള 100 സംഭവങ്ങളാണ് അന്ന് ഒരു ദിവസം മാത്രം ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏതാണ്ട് 1400-ലധികം മനുഷ്യരെ അവരുടെ ബെഡ്റൂമുകളിൽ പോലും കടന്നു ചെന്ന് കൈക്കുഞ്ഞുങ്ങളെ ഉറങ്ങിക്കിടക്കുന്ന തൊട്ടിലിൽ വെച്ച് തന്നെ അവരുടെ കഴുത്തറുത്ത് അടക്കമുള്ള കൊടും ക്രൂരതകളാണ് ഇസ്രായേലിൽ അരങ്ങേറിയത്. സ്ത്രീയെയും പുരുഷനെയും ബെഡിന്റെ അപ്പുറത്തിപ്പുറത്തായിട്ട് പൊതിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. നടുക്ക് ഈ ബെഡ് എന്നിട്ട് ചുരുട്ടി വെച്ചിരിക്കുന്നു. അപ്പുറത്തിപ്പുറത്തായിട്ട് പൊതിഞ്ഞു കെട്ടിയിട്ട് ആ ബെഡിന് തീ കൊടുക്കുക. 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ കാലിൽ പിടിച്ച് തറയിലടിക്കുക. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തതെന്ന് അറിയാമോ? ഇതൊക്കെ അല്ലാഹു അക്ബർ എന്നുള്ള ഇതുണ്ട് ഇതിന്. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കൂടി ഓർക്കണം. വീട്ടിലടച്ചിട്ടിട്ട് വീടിന് തീ കൊടുക്കുക, കാറിന് തീ കൊടുക്കുക. എത്ര നിങ്ങൾക്ക് പലർക്കും കാണുന്നു, ഓർമ്മ ആണെന്ന് വിചാരിക്കുന്നു ഫോട്ടോകളൊക്കെ. കാറിലൊക്കെ ആ സ്റ്റീറിംഗ് പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന കത്തിക്കരിഞ്ഞു പോയ മനുഷ്യക്കോലങ്ങൾ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ കൊടും ക്രൂരതകൾ ചെയ്തിട്ട് ഈ നരാധമന്മാർ നേരെ പോയത് ഫലസ്തീനികളുടെ ഇടയിലേക്കാണ്, ഗാസയിലേക്ക്. അപ്പൊ ഇതെല്ലാം ഇവിടെ നടക്കുന്ന സമയത്ത് ഗാസയിലെ അതും കാണിക്കുന്നുണ്ടായിരുന്നു, ആഘോഷമായിരുന്നു. ഗാസയിലുള്ള പലസ്തീനികളുണ്ടല്ലോ, ഇന്ന് നിരപരാധികളാണ്, അവരൊന്നും ചെയ്യരുന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ആകുന്നവർ, ഇവന്മാരൊക്കെ ആഘോഷിക്കുകയായിരുന്നു അവിടെ. അതിന്റെ വീഡിയോകളും ഞങ്ങൾ കണ്ടിരുന്നു. പോരാളികൾ അവിടെ ചെന്ന് ഇസ്രായേലിനോട് പകരം വീട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ ഇവിടെ കിടന്ന് ആഘോഷിക്കുന്നു. അന്നേ ഞങ്ങളെല്ലാം പറഞ്ഞതാണ്, ഈ ചിരിയും സന്തോഷവും അധികം നേരത്തേക്ക് ഉണ്ടാവില്ല, ഇതൊക്കെ കരച്ചിലായിട്ട് മാറുമെന്ന്. അന്ന് ഇവിടെയുള്ള ജിഹാദികൾ ഫേസ്ബുക്കിലൊക്കെ ഞങ്ങളെ കളിയാക്കുകയും പരിഹസിക്കുകയായിരുന്നു. വലിയ മൊസാദൊക്കെ എവിടെ പോയടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങളോട്. അന്ന് ഞങ്ങൾ പറഞ്ഞു ഇതൊന്നും അധികം നേരത്തേക്ക് ഉണ്ടാവില്ല, ഇതൊക്കെ കരച്ചിലായിട്ട് മാറും. പുച്ഛിക്കുകയായിരുന്നു. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. സുബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവും. ഖുർആൻ എന്ന് പറയുന്ന ആ പൊട്ട പുസ്തകം വായിച്ച് ബുദ്ധി മരവിച്ചു പോയ ആൾക്കാർക്കൊഴികെ ബാക്കിയുള്ള ഏതൊരാൾക്കും പിടികിട്ടും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ മദ്രസ പൊട്ടന്മാർക്ക് അത് പിടികിട്ടിയില്ല. അവര് അല്ലാഹുവിന്റെ വിജയം, ഇസ്ലാമിന്റെ വിജയം. കാരണം ഹദീസ് ഉണ്ട്, നിങ്ങൾ യഹൂദന്മാരെ ഇല്ലാതാക്കി കളയുന്ന ഹദീസ് ഉണ്ട്. ഈ പൊട്ടന്മാർ വിചാരിച്ച ആ ഹദീസി പറഞ്ഞതൊക്കെ സത്യമാണ്, പ്രവാചകൻ പറഞ്ഞതല്ലേ, നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായി തന്നെ പുലരും എന്നൊക്കെയായി മണ്ടന്മാര് വിചാരിച്ചത്.
അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്തൊക്കെ എന്തായിരുന്നു അവന്മാരുടെ അഹങ്കാരം എന്നറിയാമോ? അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് നിരപരാധികളെ കൊലയ്ക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. യഹൂദൻ ഇത് കണ്ട് കയ്യും കെട്ടി മിണ്ടാതിരിക്കൊന്നുമില്ല, അവൻ തിരിച്ചടിക്കും. ഇവന്മാരുടെ പണ്ടത്തെ ഒരു ഇതുണ്ടായിരുന്നു, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവരുടെ യഹൂദന്മാരെ മൂന്നല്ല, ഒരു യഹൂദനെ, ഒരു സൈനികനെ ഇവർ തട്ടിക്കൊണ്ടുപോയിട്ട് ആ ഒരു സൈനികനെ പുറത്തിറക്കാൻ വേണ്ടി ഏതാണ്ട് 1400ഓളം പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയച്ചത്. ആ ഒരൊറ്റ യഹൂദ തടവുകാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരുമായിട്ടുള്ള കരാറിന്റെ പുറത്ത് ഒരാളെ വിടുകയാണെന്നുണ്ടെങ്കിൽ 1400 തടവുകാരെ വിട്ടയക്കാം. അത്ര 1400ഓളം തടവുകാരെ വിട്ടയച്ചിട്ടാണ് ആ ഒരാളെ രക്ഷിച്ചത്. അന്ന് മുസ്ലിങ്ങളെല്ലാം ഭയങ്കരമായ ആഘോഷമായിരുന്നു. പേടിച്ചുപോയി, ഇസ്രായേൽ പേടിച്ചുപോയി. കണ്ടില്ലേ, ഒരാളെ ഇതാക്കാൻ വേണ്ടി 1400 പേരെയാണ് വിട്ടുകൊടുത്തതെന്ന്. അന്ന് ഞാൻ അവന്മാരോട് പറഞ്ഞു, എടാ പൊട്ടന്മാരെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇസ്രായേൽ നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഒരു യഹൂദൻ എന്ന് പറഞ്ഞ 1400 പേർക്ക് തുല്യനാണെന്നാണ് അവൻ പറയുന്നത്. നിങ്ങൾ ഈ പന്നി പെറ്റു കൂട്ടുന്ന പോലെ പെറ്റു കൂട്ടുന്നുണ്ടല്ലോ, അങ്ങനെ പെറ്റു കൂട്ടുന്ന ഈ 1400 പേർക്ക് സമനാണ് ഞങ്ങളുടെ ഒരാളെന്ന് അവരാ പറഞ്ഞത് നിങ്ങളോട്. അവരിലെ ഒരാളെ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ, ഇല്ലാതാക്കിയാൽ അവർ ആ റേഷ്യോ വെച്ചായിരിക്കും തിരിച്ചടിക്കുക. നിങ്ങളുടെ 1400 പേരെയെങ്കിലും അവർ തട്ടും. അതാണ് അവർ നിങ്ങൾക്ക് തന്ന മെസ്സേജ്. ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് ഞാൻ അന്നാ പൊട്ടന്മാരോട് പറഞ്ഞു. ഇപ്പോഴെന്നല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നെ കളിയാക്കി കൊല്ലായിരുന്നു അവന്മാരെല്ലാം കൂടി ചേർന്ന്. പിന്നെ തെറിവിളിയും ചീത്തവിളിയും അത് വേറെ. പക്ഷെ അതാണ് വസ്തുത. അതാണ് യഹൂദന്മാരിലെ ഒരുത്തനെ തൊട്ട് കഴിഞ്ഞാൽ അവർ ഇതേ റേഷ്യോ വെച്ചിട്ടൊക്കെ ആയിരിക്കും തിരിച്ചടിക്കുക. അതുകൊണ്ട് അവരുടെ കണക്കിൽ ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പൊ 36,000 അത്രയും പേരെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. യഹൂദന്റെ കണക്കനുസരിച്ച് ആയിട്ടില്ല. 1400 പേരെ നിങ്ങൾ തട്ടി അവിടെ പോയി കൊന്നില്ലേ? അത് കഴിഞ്ഞിട്ട് കൊന്നത് വേറെ ഉണ്ട്. അതിനെല്ലാം ഇതേ റേഷ്യോ വെച്ചിട്ടാണ് അവൻ തിരിച്ചടിക്കുക. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കും ജിഹാദികളെ. നിങ്ങളുടെ ഈ പൊട്ടപുസ്തകം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ വെച്ചിട്ട് യഹൂദന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവന്റെ കയ്യിലിരിക്കുന്ന അത്യാധുനിക ആയുധങ്ങളാണ്. മനസ്സിലായ? ഈ ഗാസയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് കേവലം 20 ലക്ഷമാണ്. 22 ലക്ഷം, 2.2 മില്യൺ, 22 ലക്ഷം ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഈ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് അല്ലെങ്കിൽ UNHCR എന്ന് പറയുന്ന സംഘടന, അതിന്റെ കണക്കനുസരിച്ചിട്ട് ഇന്ന് ലോകത്താകമാനം 11 കോടിയിലധികം മനുഷ്യരാണ് കൂട്ടക്കുരുതി ഭയന്ന് പലായനത്തിലും തെരുവിലൊക്കെ ആയിരിക്കുന്നത്. യുദ്ധവും മറ്റു പല കാരണങ്ങൾ കൊണ്ട്, കലാപം, യുദ്ധം, പലതും ഉണ്ട്. ഇതിനകത്ത് പ്രധാന ഇതെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് താനും. മുസ്ലിങ്ങളുടെ ആക്രമണവും മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഇതായിരിക്കുന്നത്. 11 കോടിയിലധികം മനുഷ്യര്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളൊക്കെ നോക്കിയാൽ ഈ കൊല്ലപ്പെട്ട ആൾക്കാരുടെ കണക്ക് മാറ്റിയാൽ, കൊല്ലപ്പെട്ടവരെ വേണ്ട, അഭയാർത്ഥികളായിരിക്കുന്ന ആളുകളുടെ നോക്കിയാൽ, സിറിയയിലെ നോക്കിയാൽ ഏതാണ്ട് 140 ലക്ഷം മനുഷ്യരാണ് അഭയാർത്ഥികളായിട്ട് സിറിയക്ക് പുറത്തേക്ക് ഓടിപ്പോയിരിക്കുന്നത്, പലായനം ചെയ്തിരിക്കുന്നത്. 140 ലക്ഷം, അതായത് 1,40,00,000 മനുഷ്യർ. ഏതാണ്ട് 71 ലക്ഷം മനുഷ്യരാണ് ആ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ അഭയാർത്ഥികളായിരിക്കുന്നത്. ഇത് യഹൂദം വന്നിട്ടോ അല്ലെങ്കിൽ അമേരിക്ക വന്ന് പോകുമ്പോട്ടോ ഒന്നും അല്ല കേട്ടാ. മുസ്ലിങ്ങൾ തമ്മിലുള്ള അടിയാണിത്. മുസ്ലിങ്ങൾ തമ്മിലുള്ള അടിയിലാണ് ലക്ഷക്കണക്കിന് പേര് മരിച്ചു. അതല്ലാതെ ഈ ഏതാണ്ട് 200 ലക്ഷത്തിലധികം ആളുകൾ രാജ്യത്തിന്റെ അകത്തും പുറത്തുമായിട്ട് അഭയാർത്ഥികളായിട്ട് മാറിയത്. അവരെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് ഹമാസിന് വേണ്ടി കരയുന്ന ജിഹാദി സപ്പോർട്ടേഴ്സ് ആരെങ്കിലും സിറിയയിലെ ഈ 2 കോടിയിലേറെ വരുന്ന മനുഷ്യർക്ക് വേണ്ടി കമാന്നൊരക്ഷരം ഇടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം അവരാരും ആ മനുഷ്യർക്ക് വേണ്ടി മിണ്ടിയിട്ടില്ല. മിണ്ടിയാലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. ഇവന്മാരൊന്നും ഒരക്ഷരം അവർക്ക് വേണ്ടി മിണ്ടിയിട്ടില്ല. അസർബൈജാനോട് ചേർന്ന് കിടക്കുന്ന അർമേനിയൻ പ്രവിശ്യയിൽ നിന്ന് ചില മാസങ്ങൾക്ക് മുമ്പാണ് 1.25 ലക്ഷം ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളുടെ ആക്രമണം കാരണം പലായനം ചെയ്തത്. ഓടിപ്പോയി അവിടുന്ന്. ഹമാസിന് വേണ്ടി ഇവിടെ വാകീറി കരയുന്ന ഏതെങ്കിലും ക്രിസ്ത്യൻ നാമധാരികൾ അർമേനിയൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഒറ്റ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇവർ ഹമാസിന് വേണ്ടി കരയും. അർമേനിയയിലുള്ള ക്രിസ്ത്യാനികള് അവരാരെങ്കിലും ആക്രമിക്കാൻ പോയിട്ടൊന്നുമല്ല കേട്ടാ. ആരാ ബ്രദറെ? ഒരാളെ കേട്ടിട്ടുണ്ട്. ആരാണ്? നമ്മുടെ ടോം തടിയമ്പാട് സാറ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അല്ല, പുള്ളി നിരീശ്വരവാദിയാണ്. ഞാൻ പുള്ളിനെ നാമധാരി എന്ന് പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞത്.
ഓക്കെ 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 ഓക്കെ. ഞാൻ ഉദ്ദേശിച്ച ആ ടീം അദ്ദേഹത്തെ അല്ല. ക്രിസ്ത്യൻ നാമധാരികൾ എന്ന് പറഞ്ഞു പുള്ളി നിരീശ്വരവാദം പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആളാണ്. ഈ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ഉണ്ടല്ലോ, ഹൂർലോസിനെ പോലെയുള്ള ആൾക്കാർ. പിന്നെ അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. ഈ പാസ്റ്റർമാരായാലും അച്ഛന്മാരായാലും കുറെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ടീമുകൾ ഞാൻ ഉദ്ദേശിച്ചു. ഈ അർമേനിയൻ ക്രിസ്ത്യാനികള് ഹമാസിനെ പോലെ ആരെങ്കിലും ആക്രമിക്കാൻ പോയിട്ടല്ല അഭയാർത്ഥികളാകേണ്ടി വന്നത്. അത് നിങ്ങൾ ഓർക്കണം. അവരൊന്നും ചെയ്യാതെ അവരുടെ നാട്ടില് അവരുടെ പണിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസ്ത്യാനിയായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെ മുസ്ലിങ്ങളെ ആക്രമിച്ച് അവിടെ നിന്ന് അഭയാർത്ഥികളായിട്ട് പോയത്, അവര് ഓടിപ്പോയത്. നൈജീരിയയിലെ കാര്യം ഇതിനേക്കാളും കഷ്ടമാണ്. നമുക്കറിയാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ആയിട്ട് അതായത് ക്രൈസ്തവ പത്രങ്ങളിലും മറ്റും വാർത്തയായിട്ട് വരുന്ന ഒരു സംഭവമാണത്. നൈജീരിയയില് ഓരോ 2 മണിക്കൂറിനിടയിലും ഒരു ക്രിസ്ത്യാനി അവന്റെ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഓരോ 2 മണിക്കൂറിനിടയിലും ഒരു ക്രിസ്ത്യാനി. മാധ്യമങ്ങൾക്ക് അതൊന്നും ഒരു വാർത്തയേ അല്ല, സെക്യുലർ മാധ്യമങ്ങൾക്ക്. അതിലിപ്പോ നമുക്ക് മാധ്യമങ്ങളെ അധികം കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. കാരണം ഈ സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ ആരെങ്കിലും വാർത്തയാക്കാറുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്നും നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ആരാ വാർത്തയാക്കുന്നത്? അതിനൊന്നും യാതൊരു വാർത്താ പ്രാധാന്യവും ഇല്ല. നൈജീരിയയിലും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളും അവിടെയൊക്കെ മുസ്ലിങ്ങളുടെ കയ്യാൽ ക്രിസ്ത്യാനികൾ ദിനം പ്രതി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും കൊല്ലപ്പെടുന്നുണ്ട്. അപ്പൊ ദിവസം തോറും നടക്കുന്ന കാര്യമായതിനാൽ സെക്യുലർ മാധ്യമങ്ങളെ സംബന്ധിച്ച് അതിന് വാർത്താ പ്രാധാന്യമില്ല. അതുകൊണ്ട് അവരത് കൊടുക്കുന്നില്ല. പക്ഷെ സെക്യുലർ മാധ്യമങ്ങളുടെ കാര്യം വീട്, ക്രിസ്ത്യാനികൾ ഉണ്ടല്ലോ ഇവിടെ. ക്രൈസ്തവ നേതൃത്വം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറെ സംഭവങ്ങൾ, അവരിൽ പലരും ഈ ജിഹാദികൾക്ക് വേണ്ടി കരയുന്നുണ്ട്, ഹമാസിന് വേണ്ടി കരയുന്നുണ്ട്. അവരാരെങ്കിലും ജിഹാദികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ കിടന്ന് കുരയ്ക്കുന്ന ഇത്തരം ക്രിസ്ത്യൻ നാമധാരികൾ ആരെങ്കിലും ഈ അർമേനിയൻ ക്രിസ്ത്യാനികളെ പറ്റി എന്തെങ്കിലും വിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളെ പോലുള്ള അപ്പോളജിസ്റ്റുകളൊക്കെ പറയണം, അത് വേറെ കാര്യം. അതല്ല ഉദ്ദേശിച്ചത്. ജിഹാദികൾക്ക് വേണ്ടി കുറയ്ക്കുന്ന ടീമുകളോടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അവരാരെങ്കിലും ഈ അർമേനിയൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വല്ലതും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അതെന്താ ഇവർക്ക് ഈ ഹമാസ് ടീമുകൾ അവരുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ? ഹമാസ് ജിഹാദികളുടെ കാര്യത്തിൽ മാത്രമേ ഇവർക്കൊക്കെ വേദനയുള്ളൂ? ആഫ്രിക്കയില് സ്കൂളുകളൊക്കെ ആക്രമിച്ചിട്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്ത, ഈ ബോക്കോ ഹറാമും അൽഷബാബ് പോലെയുള്ള ഇസ്ലാമിക സംഘടനകൾ ഓരോ പ്രാവശ്യം 300-400 പെൺകുട്ടികളൊക്കെയാണ് ഇവർ ആക്രമിച്ചുകൊണ്ട് പോകുന്നത്. ജിഹാദി മുസ്ലിങ്ങളെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോകുന്നത്, സ്കൂൾ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോകുന്നു. ആ സമയത്ത് അതൊരു വാർത്തയായിട്ട് വരും. പിന്നെ അതൊരു വാർത്തയല്ല. പിന്നെ അതിനെപ്പറ്റി അതിന്റെ ഫോളോ അപ്പ് വാർത്ത ഒന്നും കേൾക്കില്ല. ഈ കുഞ്ഞുങ്ങൾ തിരിച്ചു വന്നോ ഇല്ല ഒന്നും അറിയില്ല. ഇറ്റങ്ങളൊക്കെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്, ലൈംഗിക അടിമകളും മറ്റുമൊക്കെ ആയിട്ട്. അവരെ കുറിച്ച് പിന്നെ ബാക്കിയൊന്നും അറിയുന്നില്ല നമ്മൾ. എത്ര സംഭവങ്ങളാണെന്നറിയോ അത് ഇവർ ചെയ്യുന്നത്? ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാംസ്കാരിക നായകന്മാരെന്ന് പറഞ്ഞു നടക്കുന്നവര്. കോങ്കോയിൽ ഈ അടുത്താണ്, ഈ മെയ് 13-നാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ച 14 കത്തോലിക്കരെ മുസ്ലിങ്ങൾ കൊലപ്പെടുത്തിയത്. 14 കത്തോലിക്കരെ മുസ്ലിങ്ങൾ കൊലപ്പെടുത്തി. കാരണം ഇസ്ലാം മതം സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. ആ ഒറ്റ കാരണത്തിന്റെ പേരിൽ കൊലപ്പെടുത്തുകയാണ്. ആരെങ്കിലും കോങ്കോയിലെ ആ കത്തോലിക്കർക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടോ? മാർപ്പാപ്പ അവിടെ അപലപിച്ചു. ആ പുള്ളി പിന്നെ അവിടെ കുത്തിയിരുന്ന് അപലപിക്കലാണ് ആ പുള്ളിയുടെ പണി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപലപിച്ചുകൊണ്ടേയിരിക്കും, അതേ ഉള്ളൂ. എന്നിട്ട് പറയും ഈ ജിഹാദികളൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റണമെന്ന് യൂറോപ്പിലുള്ളവരോട് പറയും. യൂറോപ്പിലെ പൊട്ടന്മാർ അതൊക്കെ കേട്ടിട്ട് ഇവരൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നത് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഈ കോങ്കോയിൽ കൊല്ലപ്പെട്ട ഈ കത്തോലിക്കർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ജിഹാദി സപ്പോർട്ടർ കേരളത്തിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേൾക്കുകയില്ല. എനിക്ക് ഉറപ്പാണ്. കാരണം ആരും സംസാരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേൾക്കാത്ത. ജർമ്മനിയില് കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു മുസ്ലിം അഭയാർത്ഥി ഭീകരാക്രമണം നടത്തിയത്? അവിടെ ഈ ഇസ്ലാം അഭയാർത്ഥികൾ ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അതിനെതിരെ സംസാരിക്കുന്ന കൂട്ടരുണ്ട് അവിടെ. അപ്പൊ അവര് നടത്തിയ ഒരു റാലി, അതിന് ഒരു മുസ്ലിം അഭയാർത്ഥിയാണ്. അവിടെ ജർമ്മനി ഇവനെ അഭയാർത്ഥിയാക്കി അവിടെ സ്വീകരിച്ച് അവിടുത്തെ ടാക്സ് പേയേഴ്സിന്റെ ചെലവിലാണ് അവൻ അവിടെ ജീവിക്കുന്നത്. എന്നിട്ട് അവനാണ് ആ പോലീസുകാരന്റെ പിന്നെ ഇന്നലെയൊക്കെയാണെന്ന് തോന്നുന്നു മരിച്ചത്, കുത്തുകൊണ്ട്. വേറെ കുറെ ആൾക്കാർ മരിച്ചു, പിന്നെ പരിക്ക് പറ്റി ധാരാളം പേർക്ക്. കഴുത്തിന് കുത്തുമായിരുന്നു. വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴുത്തിന് തന്നെയാണ് കുത്തുന്നത്. അതിനെതിരെ ഏതെങ്കിലും സാംസ്കാരിക നായകര് പ്രതികരിക്കുന്നത് നിങ്ങൾ കേട്ടോ? കേരളത്തിലെ ഈ മിഡിൽ ഈസ്റ്റില് യാസീദികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നല്ലോ, ഇറാഖിലൊക്കെ യാസീദികൾ. അവരെ മുസ്ലിങ്ങൾ വംശീയോന്മൂലനം നടത്തിയപ്പോ ഏതെങ്കിലും സിനിമാക്കാരോ സാംസ്കാരിക നായകളോ അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നോ?
ഞാൻ കേട്ടിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോന്ന്? ഒരു വംശത്തെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള അറബ് രാജ്യങ്ങള് യമനിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഏതാണ്ട് 2 ലക്ഷത്തോളം മുസ്ലിങ്ങളാണ്. 2 ലക്ഷത്തോളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. പിന്നെ അതിനേക്കാൾ അധികം ലക്ഷക്കണക്കിന് പേർ അഭയാർത്ഥികളായി. ആരെങ്കിലും ഇവിടെ ഉള്ള ജിഹാദി സപ്പോർട്ടേഴ്സ് ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കേട്ടോ? ആർക്കെങ്കിലും അതിൽ പരാതിയുണ്ടോ? സൗദി അവിടെ ബോംബ് സ്കൂളിലൊക്കെയാണ് ബോംബിടുന്നത് സൗദി. ഈ ഇസ്രായേൽ ബോംബിടുന്നതിന് മുമ്പ് കൊടുക്കുന്നതായ മുന്നറിയിപ്പുണ്ട്. അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. ഇസ്രായേൽ ബോംബിടുന്നതിനേക്കാൾ മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കും സിവിലിയൻസിനോട് അവിടെ നിന്ന് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. സ്കൂളിലടക്കം കൊണ്ടുപോയിട്ട് ബോംബിടുക ചെയ്തത് സൗദി. എത്ര സ്കൂൾ കുഞ്ഞുങ്ങളാണ് മരിച്ചതെന്ന് അറിയാമോ? സ്കൂൾ ബസ്സിന് ബോംബിട്ടു. ഒരു പ്രശ്നവും ഇല്ല. ജിഹാദി സപ്പോർട്ടേഴ്സിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം മുസ്ലിം കൊന്നാൽ അത് ഹലാലാണ്. മുസ്ലിമിനെ മുസ്ലിം കൊല്ലുകയാണെങ്കിൽ അത് ഹലാലാണ്. ഇനി കാഫിറിനെ മുസ്ലിങ്ങൾ കൊന്നാലും അത് ഹലാലാണ്. പക്ഷെ മുസ്ലിം ഭീകരാക്രമണത്തിന് ആരെങ്കിലും തിരിച്ചടി കൊടുത്താൽ ഉടനെ ഇവന്മാരൊക്കെ മാനവികത, മനുഷ്യാവകാശം, മണ്ണാങ്കട്ടാന്നും പറഞ്ഞ് മോങ്ങാൻ തുടങ്ങും. കാരണം കാഫിറുകൾ മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല, അത് ഹറാമാണ്. നമുക്കപ്പം മാനവ സ്നേഹം പൊട്ടി വിടരും. ഇവരീ പറയുന്ന മനുഷ്യത്വവും മാനവികതയും മനുഷ്യാവകാശവും ഒന്നുമല്ല. ഇത് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയുള്ള മുട്ടിലിഴയിലാണ് ഇതൊക്കെ. അതിനു വേണ്ടിയിട്ട് സാംസ്കാരിക ലോകം ഇപ്പൊ കേരളത്തിലെ സാംസ്കാരിക ലോകം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്. എഴുത്തുകാരുടെ കാര്യം മാത്രമല്ല, കലാകാരന്മാരുടെ കാര്യവും കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. സിനിമാക്കാരായാലും അതല്ലാത്തവരായാലും ഇവരെല്ലാം കാരണം ഇതൊക്കെ ജിഹാദികളുടെ നിയന്ത്രണത്തിലാണ്. അവരുടെ കയ്യിൽ പോയി പെട്രോ ഡോളർ ആണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള മുട്ടിലിഴയിലാണ് ഇതൊക്കെ. അതിന്റെ അപ്പുറത്തൊന്നുമില്ല. ഈ ഹാഷ്ടാഗ് ജിഹാദ് ഉണ്ടല്ലോ, ഹാഷ്ടാഗ് ജിഹാദ് എന്നൊക്കെ പറയുന്നത് അതാണ്. ഈ ജിഹാദികളുടെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുട്ടിലിഴയൽ, അതാണ് സാംസ്കാരിക ലോകത്ത് നടക്കുന്നത്. ഇവര് യഥാർത്ഥ മനുഷ്യസ്നേഹികളായിരുന്നെങ്കിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ, ഞാൻ പറഞ്ഞല്ല, 11 കോടിയിലധികം മനുഷ്യരാണ് ഇന്ന് ലോകമെമ്പാടുമായിട്ട് അഭയാർത്ഥികളായിട്ട് അലയുന്നത്. യുദ്ധവും കലാപവും മറ്റു പല കാരണങ്ങൾ കൊണ്ട് എന്തു ആകട്ടെ, അവിടെ നിരപരാധികൾ കൊല്ലപ്പെടുന്നു, പല കാര്യങ്ങളും സംഭവിക്കുന്നു. ഇവര് യഥാർത്ഥ മാനവികവാദികളായിരുന്നെങ്കിൽ, മനുഷ്യത്വമുള്ളവരായിരുന്നെങ്കിൽ, മനുഷ്യസ്നേഹമുള്ളവരായിരുന്നെങ്കിൽ അതിനെതിരെയൊക്കെ പ്രതികരിക്കുമായിരുന്നു. പക്ഷെ അതൊന്നുമില്ല. ലോകമെമ്പാടും ഇതുപോലെയുള്ള മനുഷ്യർ, കോടിക്കണക്കിന് മനുഷ്യർ നരകയാതന തിന്നുമ്പോൾ ഇവന്മാരുടെ കണ്ണുകൾ ഗാസയിലേക്ക് മാത്രം, റാഫയിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. അവിടേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഗാസയിലേക്ക് മാത്രം കണ്ണുകൾ നട്ടിരിക്കുന്ന ഭീകരജീവികളാണ് കേരളത്തിലെ ഈ സാമൂഹ്യ സാംസ്കാരിക നായകൾ എന്ന് പറയുന്നവന്മാര്. അവരുടെ കണ്ണ് അങ്ങോട്ടേ പോവുള്ളൂ, വേറെ അങ്ങോട്ടേക്കും പോയില്ല. ഇത്തരം സാംസ്കാരിക നായകളോട് ചോദിക്കട്ടെ, അറബ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരെവിടെ പോയി? അറബ് രാജ്യങ്ങളിൽ യഹൂദന്മാരുണ്ടായിരുന്നല്ലോ, എവിടെ പോയത്? 1948 8,51,000 യഹൂദന്മാരാണ് 9 അറബ് രാജ്യങ്ങളിലായിട്ടുണ്ടായിരുന്നത്. അറബ് രാജ്യം എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ചിലത് ഈ ആഫ്രിക്കയിലുള്ള രാജ്യമാണ്, എന്നാൽ അറബ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിം രാജ്യം എന്ന് പറയാം. ഈജിപ്തില് 3,00,000-ഓളം 75,000-ഓളം യഹൂദന്മാരാണ് ഉണ്ടായിരുന്നത് അന്ന് 1948. 75,000 യഹൂദന്മാര്. ഇന്ന് അവിടെ 100 അല്ലെങ്കിൽ 100-ൽ താഴെ എന്നുള്ള നിലയിലാണുള്ളത്. അൾജീരിയയിൽ 1,40,000 യഹൂദന്മാരുണ്ടായിരുന്നു 1948. ഇന്ന് അവിടെ 200-ൽ താഴെ യഹൂദന്മാരേ ഉള്ളൂ. ഇറാഖിൽ 1,35,000 യഹൂദന്മാരുണ്ടായിരുന്നു. ഇന്ന് അവിടെ 5-10 യഹൂദന്മാരെ കാണാം, 10 താഴെ ഉള്ളൂ. ലെബനോനിൽ 5,000-ഓളം യഹൂദന്മാരുണ്ടായിരുന്നു. ഇത് 100-ൽ താഴെയാണ്. മൊറോക്കോയില് 2,60,000 യഹൂദന്മാര് 1948 ഉണ്ടായിരുന്നു. ഇന്നത് 2,150, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഓരോ ഇടങ്ങളിലും മൊത്തം നോക്കിയാൽ 8,51,000 യഹൂദന്മാർ 1948 അറബ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 3,000 ചില യഹൂദന്മാരേ ഉള്ളൂ. എവിടെ പോയി ഈ യഹൂദന്മാരെല്ലാം? കുറെ പേരൊക്കെ ഇസ്രായേലിലേക്ക് വന്നിട്ടുണ്ട്, അത് ശരിയാണ്. കുറെ പേര് ഇസ്രായേലിലേക്ക് വന്നു. പക്ഷെ ബാക്കിയുള്ളവരോ? ഉപദ്രവിക്കുകയാണ്. ഇവര് കൊല്ലാക്കൊല ചെയ്തു. ഈ യമൻ എന്നൊക്കെ പറഞ്ഞ ഒരു കാലത്ത് യഹൂദന്മാരാണ് ഭരിച്ചിരുന്നത്. യഹൂദ രാജാക്കന്മാര് ജൂതന്മാരായിരുന്നു. അവരുടെ ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന യൂതന്മാര് ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമാണ് യമൻ. ഇന്നൊക്കെ യമനിൽ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ?
യമനിൽ 1948 63,000 യഹൂദന്മാരുണ്ടായിരുന്നു. ഇന്ന് 50 താഴെ യഹൂദന്മാരേ ഉള്ളൂ അവിടെ. ഓടിപ്പിച്ചു വിട്ടു, കുറെ എണ്ണത്തിനെ ഓടിപ്പിച്ചു വിട്ടു, കുറെ എണ്ണത്തിനെ കൊന്നു, കുറെ എണ്ണത്തിനെ മതം മാറ്റി. ഇതൊക്കെയാണ് ചെയ്തത്. ഇതെല്ലാം ഇവന്മാര് ചെയ്തത്. യഹൂദ വംശഹത്യാണ് ഇവന്മാര് നടത്തിയത് അവിടെ. പക്ഷേ ഇസ്രായേൽ ഇവര് വലിയ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, പലസ്തീനിലെ മുസ്ലിങ്ങളുടെ വംശഹത്യാണ്, അതാണ് ഇതാണെന്നൊക്കെ. എന്തോന്ന് വംശഹത്യ? ഗാസയിൽ മാത്രം, ഗാസ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രദേശത്ത് മാത്രം 22 ലക്ഷത്തോളം ജനങ്ങളുണ്ട്. 22 ലക്ഷത്തില് ആകെ 200 താഴെ ക്രിസ്ത്യാനികളുള്ളൂ, ബാക്കിയൊക്കെ മുസ്ലിങ്ങളാണ്. ഇവന്മാർ 48 വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഇസ്രായേലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 1,56,000 മുസ്ലിങ്ങളാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്. 1,56,000 മുസ്ലിങ്ങൾ. 1.5 ലക്ഷം കൂട്ടും, 1.5 ലക്ഷം മുസ്ലിങ്ങൾ. ഇന്ന് ഇസ്രായേലിലെ മുസ്ലിം ജനസംഖ്യ എത്രയാണെന്നറിയോ? 17 ലക്ഷത്തിലധികമാണ്. 17 ലക്ഷത്തിലധികം. 1948 1,56,000 ഉണ്ടായിരുന്ന അടുത്തുനിന്ന് ഇന്ന് അത് 17 ലക്ഷത്തിന് മുകളിലാണ്. അപ്പൊ ആരാണ് വംശീയോന്മൂലനത്തിന് വിധേയമാകുന്നതെന്ന് സുബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ഈ കണക്കുകളൊക്കെ നോക്കിയാൽ മതി. മനസ്സിലായ? അപ്പൊ മനസ്സിലാവും ആരാണ് വംശീയോന്മൂലനത്തിന് വിധേയരാകുന്നതെന്ന്. മുസ്ലിങ്ങളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ യഹൂദന്മാരുടെ കണക്ക് പറഞ്ഞില്ലേ, ഇതേപോലെ തന്നെയാണ് അറബ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ അവിടെ പോയി. ക്രിസ്ത്യാനികൾ അവിടെ, ഇന്നത്തെ ആ രാജ്യങ്ങളെല്ലാം ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നില്ല ഒരു കാലത്ത്. ഈജിപ്ത് കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ രാജ്യമായിരുന്നില്ല ഈജിപ്ത്. അവിടെയുള്ള കോപ്റ്റിക് ക്രിസ്ത്യാനികൾ ഇന്ന് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ്. എവിടെ പോയി അവിടെ ഉണ്ടായിരുന്ന കോപ്റ്റിക് ക്രിസ്ത്യാനികള്? ഇറാഖ് കൽദയ ക്രിസ്ത്യാനികളുടെ രാജ്യമായിരുന്നില്ലേ? ഇന്ന് ഇറാഖിലെ ക്രിസ്ത്യാനികൾ പേരിനല്ലേ ഉള്ളൂ. എവിടെ പോയി അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികള്? സിറിയ, അറാബിക് സംസാരിക്കുന്ന ക്രിസ്ത്യാനികൾ, സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നില്ലേ അവിടെ ഉണ്ടായിരുന്നത്? എവിടെ പോയി അവര്? ക്രിസ്ത്യാനികൾ അവിടെ പോയി സിറിയയിലത്തെ. ഇനി ബഹ്റിനും കുവൈറ്റും ഒക്കെ ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നു അത്. എവിടെ പോയി അവിടുത്തെ ക്രിസ്ത്യാനികള്? സൗദി അറേബ്യയിൽ യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി അവിടെയുള്ള യഹൂദന്മാരും ക്രിസ്ത്യാനികളും? ഓരോ പ്രദേശവും നോക്ക് നിങ്ങൾ, അവിടുത്തെ ഓരോ രാജ്യങ്ങള്. തുർക്കി ബൈസാന്റിയൻ ക്രിസ്ത്യൻസിന്റെ രാജ്യമായിരുന്നില്ലേ? എവിടെ പോയി ബൈസാന്റിയൻ ക്രിസ്ത്യൻസ് അവിടുത്തെ? നിങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെയുള്ള ജനതകളെ മുഴുവൻ ഇല്ലാതാക്കിയത് മുസ്ലിങ്ങളാണ്, വംശീയോന്മൂലനം നടത്തിക്കൊണ്ടിരുന്നത്. അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഈ ബുദ്ധമതക്കാര്, സിഖ് മതക്കാര്, കുറച്ച് ഹിന്ദുക്കളും ഉണ്ടായിരുന്നു ആ പ്രദേശത്ത്. എവിടെ പോയി അവരൊക്കെ? ഇപ്പൊ ഇല്ലല്ലോ അവരവിടെ. ഇറാനിലുണ്ടായിരുന്ന സ്വരാഷ്ട്ര മതക്കാരെവിടെ? പാർസികള് ഇല്ലല്ലോ അതൊന്നും. അപ്പൊ ഇവർക്ക് എവിടെയും ചെന്ന് വംശീയോന്മൂലനം നടത്താം. ഏത് രാജ്യത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഇസ്ലാമിക അധിനിവേശം നടത്താം, ഇസ്ലാമിക സംസ്കാരം അടിച്ചേൽപ്പിക്കുക, അവിടെയുള്ള ജനങ്ങളെ നിർബന്ധപൂർവ്വം മതം മാറാൻ തയ്യാറില്ലെങ്കിൽ കൊന്നു കളയാം. ഈ 2024 പോലും, 21ാം നൂറ്റാണ്ടിൽ പോലും നമ്മൾ കണ്ടു. മെയ് 13-ാം തീയതിയാണ് കോങ്കോയിൽ 14 കത്തോലിക്കരെ കൊന്നത്, ഇസ്ലാം മതത്തിൽ ചേരാൻ തയ്യാറില്ല എന്നുള്ള കാരണത്താൽ. ആ പണ്ടും അത് തന്നെയാണ് അവർ ചെയ്യുന്നത്, ഇന്നും അത് തന്നെ ചെയ്യുന്നത്. ഇവർക്കത് എവിടെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ആരും അതിനെപ്പറ്റി മിണ്ടരുത്. അതിനെപ്പറ്റി മിണ്ടി കഴിഞ്ഞാൽ ഉടനെ പറയും ഇസ്ലാമോഫോബിയ എന്നും പറഞ്ഞ് കരയും. പിന്നെ അപ്പൊ ഇതൊക്കെ ഇവന്മാർക്ക് എവിടെയും ചെയ്യാം, ആരുടെ നേരെയും ചെയ്യാം. അതിനെപ്പറ്റി ആരും മിണ്ടാൻ പാടില്ല. പക്ഷെ നമ്മൾ തിരിച്ചെന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ പോയി പ്രശ്നമാണ്, പിന്നെ വർഗീയവാദിയായി. അപ്പൊ ഈ പരിപാടി ഉണ്ടല്ലോ, ഈ ഇതാണ് ഇരവാദക്കരച്ചിൽ, #ജിഹാദ് നടത്തിയിട്ടുള്ള ഇരവാദക്കരച്ചിൽ, അത് നിർത്ത്. അത് ചെലവാവില്ല. ഇനി ചെലവാക്കാൻ നിങ്ങൾ അങ്ങാടി വേറെ നോക്കണം. പണ്ടൊക്കെ പറ്റുമായിരുന്നു, ഇപ്പൊ പറ്റില്ല. ഇത് ഇന്റർനെറ്റിന്റെ കാലമാണ്. ഒരു വിവരം അറിയണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവന് എളുപ്പത്തിൽ വിവരങ്ങൾ കിട്ടുന്ന കാലമാണിത്. അവന്റെ വിരൽത്തുമ്പിൽ വിവരങ്ങളുണ്ട്. മനസ്സിലായ? നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് ബോംബ് പൊട്ടിക്കും. 11 മാസം ബോംബും 1 മാസം നോമ്പുമായിട്ട് നടക്കുന്നവരാണ് നിങ്ങൾ. അതൊക്കെ നിങ്ങൾ ചെയ്യും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറെ എണ്ണം ഉണ്ട്. അവരുടെ ആ സപ്പോർട്ടേഴ്സിന്റെ ബലത്തിൽ നിങ്ങൾ ഇതെല്ലാം മറക്കുകയും ചെയ്യും. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ഇരവാദക്കരച്ചിൽ വേറെ. ഏതായാലും അതൊന്നും ഇനി വിലപ്പോവുകയില്ല. മനസ്സിലായ? എല്ലാ #ജിഹാദികളോടും പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. നിങ്ങളൊക്കെ റാഫയ്ക്ക് മേൽ കണ്ണുകളും വെച്ചുകൊണ്ട് അവിടെ ഇരുന്നിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. യഹൂദന്മാർ അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടതെല്ലാം അവർ ചെയ്യും, ചെയ്യേണ്ടതെല്ലാം അവർ ചെയ്യും. നിങ്ങൾ അങ്ങനെ കണ്ണും നട്ടി നോക്കിയിരിക്കാനേ നിങ്ങൾക്ക് പറ്റൂ. റാഫയിലേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുക, അത്ര തന്നെ. യഹൂദൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. ഐക്യരാഷ്ട്രസഭ പറഞ്ഞാലും അവൻ അതിനൊന്നും ഒരു ഇതും കൊടുക്കുകയില്ല. പിന്നെ ഇന്റർനാഷണൽ കോമഡി
ഇതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, കോമഡി കോർട്ട്, ICC, ഇന്റർനാഷണൽ കോമഡി കോർട്ട്. അവന്മാർ ഇസ്രായേലിനെതിരെ കുറെ ഇതൊക്കെ ഇറക്കിയിട്ടുണ്ട്, 10 ഇറക്കി. അപ്പോ ഇങ്ങനെ പണി നോക്കി പോടാന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ 2 ബോംബ് കൂടുതൽ ഇട്ട് പോയിട്ട്. കാരണം അവരുടെയൊക്കെ വിശ്വാസ്യത അവർ കളഞ്ഞെടുത്തു. അതുകൊണ്ടാണ്, വേറൊന്നല്ല. ഇസ്രായേലിനെതിരെ ഈ ആക്രമണവും മറ്റുമൊക്കെ നടത്തിയ സമയത്ത് ഈ ഇന്റർനാഷണൽ കോർട്ടൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഉണ്ട്, പിന്നെ വേറൊരു കോർട്ടുണ്ട് ICC എന്നും പറഞ്ഞിട്ട്. എനിക്ക് ആ ICC നേട്ട് കഴിഞ്ഞപ്പോൾ ഇന്റർനാഷണൽ കോമഡി കോർട്ട് എന്നാണ് തോന്നിയത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഏതായാലും ഇവന്മാരൊക്കെ നോക്കിയിരിക്കായിരുന്നു, ഇവന്മാരും മിണ്ടിയില്ല. ഇസ്രായേൽ തിരിച്ചടിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഇവന്മാര് ഫത്വയും കൊണ്ട് വരികയാണ്. പുല്ല് വില കൊടുക്കുക മനുഷ്യൻ, സ്വന്തം വില കളയാണ്. ഇവര് പുട്ടിനെതിരെ ഇത് ഉക്രൈന്റെ ആക്രമണത്തിന്റെ സമയത്തും ഇതേപോലെ ഓരോരോ സാധനങ്ങളൊക്കെ ഇതുണ്ടായിരുന്നല്ലോ, ഇവൻ ആരും മിണ്ടാണ്ടിരിക്കും. അതൊന്നും വിഷയമല്ല. ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് ഉള്ളുള്ളൂ. ഏതായാലും ഞാൻ ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ കൂടി വായിച്ചിട്ട് ഈ എന്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഷിജു ബ്രദറും വേറെ സഹോദരന്മാരും സംസാരിക്കുന്നതായിരിക്കും. ആവർത്തന പുസ്തകം 11-ന്റെ 11ഉം 12ഉം വാക്യം. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. ഇത് സക്കരിയാവ് 9:1 പറയുന്നുണ്ട്, യഹോവയുടെ ദൃഷ്ടി ഇസ്രായേലിന്റെ മേലുണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങളെല്ലാം, ലോകത്തെ ഈ ജിഹാദി സപ്പോർട്ടേഴ്സ് എല്ലാം റാഫയുടെ മേലെ കണ്ണു നട്ടുകൊണ്ടിരുന്നോ, യഹൂദന്മാര് ചെയ്യേണ്ടത് ചെയ്യും. IDF ആയാലും ബാക്കിയുള്ള ടീമുകളായാലും അവിടെ ഉള്ളവർ ചെയ്യേണ്ടത് ചെയ്യും. പക്ഷേ ഇസ്രായേലിന്റെ മേലെ യഹോവയുടെ ദൃഷ്ടിയുണ്ട്. അതുള്ള കാലത്തോളം അവിടെ യഹൂദനെ ദൈവമാണ് അവിടെ നിന്ന് ഒരിക്കൽ ഓടിപ്പിച്ച് കളഞ്ഞ. അത് താഴെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം, ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ ചട്ടങ്ങളും വിധികളും കൽപ്പനകളും പ്രമാണിച്ച് നടന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തരൂ, മുൻമഴയും പിന്മഴയും മുടക്കുകയില്ല, കൃത്യമായ സമയത്ത് ഞാൻ നിങ്ങൾക്ക് മഞ്ഞും മഴയും വെയിലും തരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും അല്ലാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ നടന്നു കഴിഞ്ഞാൽ, എന്റെ പ്രമാണങ്ങളെ നിങ്ങൾ കാറ്റിൽ പറത്തി കഴിഞ്ഞാൽ ഞാൻ തന്നെ നിങ്ങളെ ഇവിടെ നിന്ന് പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. കാരണം യഹോവയായ ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. കനാന്യർ അവിടെ ഉണ്ടായിരുന്ന അതിന് മുമ്പുണ്ടായിരുന്നവർ എന്തൊക്കെ മ്ലേച്ഛകരമായ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണോ അവരെ അവിടെ നിന്ന് ദൈവം മാറ്റിയത്, അതേ പാപം ഇസ്രായേൽ ചെയ്തപ്പോൾ ഇസ്രായേലിനെയും മാറ്റി അവിടെ നിന്ന്. മനസ്സിലായോ? മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനാണ് ബൈബിളിലെ ദൈവം. ഇസ്രായേലിനോടും അത് തന്നെ ചെയ്തു. എന്നാൽ ദൈവം വാഗ്ദത്തം കൊടുത്തിരുന്നത് കൊണ്ട് പിൽക്കാലത്ത് ഇസ്രായേലിന്റെ പ്രവാചകന്മാരിലൂടെ പറയുന്നുണ്ട്, ഞാൻ തന്നെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് ഈ ദേശത്ത് നടും, പിന്നെ നിങ്ങളെ ആരും അവിടെ നിന്ന് പറിച്ചു കളയുകയില്ല എന്നുള്ള വാഗ്ദത്വമുണ്ട്. ആ വാഗ്ദത്ത നിറവേറുന്നതാണ് 1948 മെയ് 14 നമ്മൾ കണ്ടത്. ഒരൊറ്റ യെശയ്യാവ് ചോദിക്കുന്നുണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ടൊരു ദേശം ഉണ്ടാകുമോ? ഒരു രാജ്യം ഒന്നായിട്ട് തന്നെ പിറക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു രാജ്യം ഉണ്ടായി. 1948 മെയ് 14 ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായി. അത് ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. അതിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ഇനി പറിച്ചു കളയുകയില്ല. അതുകൊണ്ട് ഇസ്രായേൽ അവിടെ ഇനിയും നിലനിൽക്കും. അതിനെ പറിച്ചു കളയാമെന്ന് ആര് വിചാരിച്ചാലും നടക്കുകയില്ല. കാരണം യഹോവയുടെ ദൃഷ്ടി ആ ദേശത്തിന്റെ മുകളിലുണ്ട്. നിങ്ങൾ വെറുതെ ഈ കരിങ്കല്ല് കടിച്ച് പല്ല് കളയുകയാണ് ജിഹാദികളെ. നിങ്ങളുടെ മണ്ടൻ കിതാബിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങള് പിശാചിന്റെ പ്രവാചകനായ മുഹമ്മദ് പറഞ്ഞിട്ടുള്ള കള്ളത്തരങ്ങൾ വിശ്വസിച്ച് ഇനിയും കുറെ മുസ്ലിങ്ങളുടെ ജീവൻ പോകുന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഉള്ള ഏക വഴി എന്ന് പറയുന്നത് കോ എക്സിസ്റ്റൻസ് ആണ്. മനസ്സിലായോ? സഹവർത്തിത്വം. യഹൂദനെ നിങ്ങൾ അംഗീകരിച്ച്, മനുഷ്യനായി അംഗീകരിച്ച് യഹൂദനോടൊപ്പം സഹവർത്തിത്വത്തിലേക്ക് വരിക. അതല്ലാതെ നിവൃത്തിയില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ പുസ്തകത്തിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട് യഹൂദൻ കുരങ്ങനാണെന്നും യഹൂദൻ അശുദ്ധനാണെന്നും അവനെ മനുഷ്യനായി കാണരുന്നൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം. അതൊക്കെ നിങ്ങൾ പിടിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. ആധുനിക കാലത്ത് അതൊക്കെ എടുത്ത് കളാം. ഇത്തരം ആയത്തുകളെല്ലാം എടുത്ത് ചവിറ്റുകൊട്ടയിലിട്. എന്നിട്ട് അവനെ മനുഷ്യനായി കാണാം. മനുഷ്യനായി കണ്ട് അവനുമായിട്ട് സമാധാനപരമായ സഹവർത്തിത്വത്തിലേക്ക് പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിലനിൽക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മുച്ചൂട് മുടിഞ്ഞു പോവുകയുള്ളൂ. അതല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ ഒരു ബുദ്ധിപദേശവും കൂടി നൽകിക്കൊണ്ട് ഞാൻ എന്റെ പ്രസന്റേഷനോട് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.